നമസ്കാരം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ദുരിതകാലമാണ്. ഈ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന കർമ്മങ്ങളുടെ ഫലം, നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതെ നമുക്ക് ഈ ലോകം വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളത്. അതെന്തായാലും നമുക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. അത് നമ്മളെ ഈ ചില കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ കൊലപാതകികളും ഈ കുറ്റവാളികളുമൊക്കെ വളരെ ക്രൂരമായ കൃത്യങ്ങളൊക്കെ ചെയ്തവരുടെയൊക്കെ അവസാനം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. വളരെ നരകയാതനകൾ അനുഭവിച്ചിട്ടായിരിക്കും അവരിൽ പലരും ഈ ലോകം വിട്ടു പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ CPM-ൻ്റെ കാര്യവും. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൊണ്ട് ഈ കേരളത്തിൽ യാതൊരു ഗുണവും ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ എത്രയോ മനുഷ്യരെ കൊന്നുതള്ളി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ കേരള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും അത് കൊല്ലപ്പെടുന്ന ഈ ഓരോ CPM-കാരൻ കൊല്ലപ്പെടുമ്പോഴും അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിരിക്കും. അതിന് പകരം വീട്ടുന്നതായിരിക്കും ഈ CPM-കാരൻ കൊല്ലപ്പെടുന്നത്. അത് നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഈ വ്യവസായങ്ങളൊക്കെ ഇവിടെ നശിപ്പിച്ചത് ഈ പറയുന്ന CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ് ഈ വ്യവസായങ്ങൾ ഇവിടെ ഇല്ലാതാക്കിയത്. കാരണം പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഉള്ളയിടത്തും മാത്രമേ ഈ കമ്മ്യൂണിസം നിലനിൽക്കൂ. അല്പം ജീവിത സാഹചര്യം മെച്ചപ്പെട്ട ഒരാളും, അവർ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷേ ഒരിക്കലും അല്പമെങ്കിലും ഈ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെട്ട ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കില്ല. കാരണം അത്തരക്കാരുണ്ടെങ്കിൽ മാത്രമേ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ പറ്റൂ. അതാണ് അവരുടെ ഒരു നിലനിൽപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു നാട്ടിലും അവർ വികസനം വരാൻ സമ്മതിക്കാത്തത്, അവിടെ പട്ടിണിയും ദാരിദ്ര്യവും മാറാൻ അവർ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഐഷ പോറ്റിയെക്കുറിച്ചാണ്. ഇന്നലെ നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്, അപ്രതീക്ഷിതമായി ഐഷ പോറ്റി UDF-ലേക്ക് വന്നിരിക്കുന്നു. തീർത്തും അത് വളരെ പ്രതീക്ഷാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ UDF-ലേക്ക് വന്നപ്പോൾ തന്നെ അവർ ഇന്നലെ പറഞ്ഞത്, എന്നെ ഇനി വർഗവഞ്ചകി എന്ന് വിളിക്കും, എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടാകും എന്നൊക്കെയാണ് അവർ പറഞ്ഞ് 1 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് നമ്മുടെ പഴയ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഒരു പ്രസ്താവന വന്നു, വർഗവഞ്ചകിയാണ് ഈ ഐഷ പോറ്റി എന്ന്. എങ്ങനെയാണ് നമുക്ക് ഐഷ പോറ്റിയെ വർഗവഞ്ചകി എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഒരിക്കലും കഴിയില്ല. 2006-ൽ ഈ ബാലകൃഷ്ണ പിള്ളയെ മലർത്തിയടിച്ചുകൊണ്ടാണ് അവർ ഈ രംഗത്തേക്ക് അവിടെ കൊട്ടാരക്കരയിൽ ജയിച്ചു കയറിയത്. പിന്നെ 3 തവണ അവർ ഈ MLA പദവിയിലെത്തി. പക്ഷേ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലും ഇത്രയും ഒരു ക്ലീൻ ഇമേജുള്ള, അല്ലെങ്കിൽ വളരെ സാത്വികയായ, ഇത്രയും ഒരു അഴിമതി ആരോപണവും ഇല്ലാതെ ഇത്രയും ജനകീയയായ ഒരു മുതിർന്ന നേതാവിന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അത് മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ നാമത്തിൽ അവരൊരു ബ്രാഹ്മണ കുടുംബാംഗം കൂടിയാണെന്ന് ഓർക്കണം. അവരൊരു ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോലും അവർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുക്കേണ്ടി വന്നു 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ അവരൊക്കെ രണ്ടാമത്തെ സർക്കാർ ഇത് വന്നപ്പോൾ കഴിഞ്ഞ 2021-ലെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. അതിനുശേഷം അവർ യാതൊരു പരാതിയും ആരോടും പൊതുസമൂഹത്തിലോ മാധ്യമങ്ങളുടെ മുന്നിലോ ഒന്നും പറഞ്ഞില്ല. അവിടെയാണ് ഐഷ പോറ്റിയുടെ ഒരു ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ മേഴ്സിക്കുട്ടിയമ്മയെ പോലെയോ, അല്ലെങ്കിൽ ഈ R ബിന്ദുവിനെ പോലെയോ, അല്ലെങ്കിൽ PK ശ്രീമതിയെ പോലെയുള്ളവരോ ഒക്കെ ആയിരുന്നുവെങ്കിൽ അവർ എന്തൊക്കെയായിരിക്കും പറയുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. പക്ഷേ ഐഷ പോറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. അവർ അവരുടെ തട്ടകമായ അഭിഭാഷക വൃത്തിയിലേക്ക് പോയി വളരെ മാന്യമായി അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അവർ പറഞ്ഞത് വളരെ വേദനയോടുകൂടിയാണ് അവർ പറഞ്ഞത്, അവർക്ക് അവഗണന നേരിടേണ്ടി വന്നു എന്ന്, അപമാനം സഹിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന്. തീർച്ചയായും അവരുടെ തീരുമാനം വളരെ ശരിയാണ്. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് BJP-ലേക്ക് പോകാത്തതെന്ന്. അവരൊരു മുതിർന്ന നേതാവാണ്. അവർക്കൊരിക്കലും BJP-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി മറ്റൊരു സ്ഥാനം അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അവർ UDF-ലേക്ക്, കോൺഗ്രസിലേക്ക് വന്നതെന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ എന്തായാലും അത് ശരിയായൊരു തീരുമാനം തന്നെയായിരുന്നു. ഇനി 2026-ൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ. അവിടെ ഈ ഐഷ പോറ്റിയെ പോലെ ജനപ്രീതിയുള്ള ഒരു വ്യക്തി കൊട്ടാരക്കരയിലേക്ക് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇനി CPM ആരെ നിർത്തിയിട്ടും കാര്യമില്ല. അവിടെ ആ ഒരു കൊട്ടാരക്കര സീറ്റ് എന്തായാലും ഈ ഐഷ പോറ്റി പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ചകളിൽ പോലും CPM-കാർ പറയുന്ന വർഗവഞ്ചകി എന്നൊക്കെ വിളിച്ചിട്ട് ഇവരെ വല്ലാതെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശോഭന ജോർജ് ഇവിടെ നിന്ന് പോയി, കാരണം സകല മാലിന്യങ്ങളും
ഈ അടിഞ്ഞുകൂടുന്നത് CPM-ലേക്കാണ്. കാരണം കൊള്ള, കൊല, അഴിമതി, കൊലപാതകം, ബലാത്സംഗം, സ്ത്രീപീഡനം, ശിശുപീഡനം തുടങ്ങി എന്ത് തെമ്മാടിത്തരവും എന്ത് കുറ്റകൃത്യങ്ങളും ചെയ്തവരെയും അവർക്ക് സ്വീകരിക്കാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ് CPM. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് വെള്ളനാട് ശശി. ഈ വെള്ളനാട് ശശിയെക്കുറിച്ച് പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട്. അയാൾ ഒരു സമനില തെറ്റിയതുപോലെയാണ് അയാളുടെ പെരുമാറ്റം. മുമ്പ് കോൺഗ്രസ്സിലായിരുന്നു, പല സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കുട്ടിയെ, ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ മർദ്ദിച്ചൊരു കേസ് അയാൾ CPM-ലേക്ക് വന്നു. അതിനുശേഷമാണ് CPM 2 കൈയും നീട്ടി അയാളെ സ്വീകരിച്ചു. അതിനുശേഷമാണ് ഈ കുട്ടിയെ മർദ്ദിച്ച കേസ് ഉണ്ടാകുന്നത്, ഫലകം തല്ലി തകർത്ത കേസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് ഒരു സമനില തെറ്റാത്ത ഒരു മനുഷ്യൻ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. സമനില തെറ്റിയതുപോലെയാണ് പലപ്പോഴും അയാളുടെ പെരുമാറ്റം. പക്ഷേ അയാളെയും ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് CPM. അയാളവിടെ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായ അന്ന് തന്നെ അയാൾ പ്രശ്നം തുടങ്ങി. അവിടെ സെക്രട്ടറിയുടെ വാഹനത്തിൻ്റെ താക്കോൽ ഊരിയെടുത്തു. അതൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ ഇത്തരം മാലിന്യങ്ങളെല്ലാം വന്നടിയുന്നത് CPM-ലേക്കാണ്. ശോഭന ജോർജ് പോയി, ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇയാളുണ്ടല്ലോ KV തോമസ് പോയി, ഒരു പ്രശ്നവുമില്ല. സരിൻ പോയി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവർക്കൊരു ന്യായവും ഈ ഐഷ പോറ്റി പറഞ്ഞെന്താണ്, വ്യക്തമായിട്ടുള്ള കാര്യകാരണ സഹിതം പൊതുസമൂഹത്തെ ബോധിപ്പിച്ചിട്ടാണ് അവർ കോൺഗ്രസിലേക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഐഷ പോറ്റിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇനിയും കോൺഗ്രസിലേക്ക് ഒഴുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതൊന്നും ആരും അവരെ ഐഷ പോറ്റിയെ പോലെ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരിയെയൊന്നും പെട്ടെന്നൊന്നും ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് ആ പാർട്ടിയിൽ നേരിട്ട അവഗണന, അതിലുപരി അവർ വിദ്യാഭ്യാസമുള്ള ചിന്താശേഷിയുള്ള ഒരു സ്ത്രീയാണ്. അവർക്കറിയാം ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, എത്ര അപജയമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നത്. അവരൊക്കെ ഈ പാർട്ടിയിൽ വന്ന കാലത്ത് ഒരിക്കലും പാർട്ടി ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് നേതാക്കൾ ഈ പിണറായി വിജയനെ പോലെയുള്ള നേതാക്കളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ അന്നൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ആകെ ചേഞ്ച് പുഴുത്ത് നാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് CPM. അവർക്ക് തന്നെ നാണക്കേടുണ്ട്. ഇത്തരത്തിൽ ഞാൻ CPM-കാരിയാണ്, ഞാൻ പാർട്ടിക്കാരിയാണെന്ന് പറയാൻ അവർക്ക് തന്നെ നാണക്കേടുണ്ട്. അത് ഇനിയിപ്പോൾ എന്തായാലും പറയാമല്ലോ, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയായിരിക്കണം ഐഷ പോറ്റി വന്നത്. എന്തായാലും ഇനിയും പല പാർട്ടികളിൽ നിന്നും, എന്തായാലും BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരു ഒഴുക്കുണ്ടാകാൻ പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ CPM-ൽ നിന്ന് വലിയൊരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകും. കാരണം അണികൾ പലരും അസംതൃപ്തരാണ്. അത് മാത്രമല്ല, മുമ്പൊക്കെ ഈ പാർട്ടി വിട്ടുപോകുന്നവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് വിലപ്പോകില്ല എന്ന് സാധാരണക്കാരായ ആൾക്കാരും അണികളും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഐഷ പോറ്റിയുടെ ഈ ഒരു പോക്ക് വളരെ ഒരു തിരിച്ചടിയാണ്. അതിനു മുമ്പ് ഈ കഴിഞ്ഞയാഴ്ച റെജി ലൂക്കോസ്, ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് BJP-ലേക്ക് പോയി. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് BN ഹസ്കർ അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ചിന്താശേഷിയും ഒക്കെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി കമ്മ്യൂണിസം കേരളത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇനി ഇവരെ കൈകാര്യം ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു അവസ്ഥയിൽ കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാടിനൊരു വികസനം, ഇവരൊക്കെ ചിന്തിക്കുന്നത് അവരെക്കുറിച്ച് മാത്രമല്ല, ഇനി ഒരു തലമുറയുണ്ട്, അവരുടെ മക്കൾ, അവരുടെ ചെറുമക്കൾ, അങ്ങനെ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ആ ഒരു തലമുറ വളർന്നു വരുമ്പോൾ ഇനി കമ്മ്യൂണിസം നിലനിന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ നിലനിന്നാൽ ഒരിക്കലും ഈ നാട് ഗതി പിടിക്കില്ല. തങ്ങളുടെ തലമുറയ്ക്ക് പോലും അത് വളരെ ദോഷം ചെയ്യും എന്ന് ഇവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ഈ ഐഷ പോറ്റിയുടെ ഈ ഒരു വരവ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം UDF-ന്റെ വിജയസാധ്യത കൂട്ടും. അടുത്ത തവണ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രം പോരെ, ഈ VD സതീശനെ പോലെയുള്ള ഒരാളാണ് മുഖ്യമന്ത്രിയാവുകയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാവുകയോ ചെയ്താൽ കാര്യങ്ങളൊക്കെ പാളി. പക്ഷേ അവിടെ രമേശ് ചെന്നിത്തലയെയോ K സുധാകരനെ പോലെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രി ആയാൽ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് സമാധാനിക്കാം. കാരണം ഇവന്മാരുടെ അടവുകളും വിരട്ടലും ഊച്ചാളിത്തരവും ഒന്നും വിലപ്പോകില്ല. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ K സുധാകരനും ഒക്കെ അറിയാം. എന്തായാലും ഇത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.